വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പാതിരാ കുർബാന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ തിരുപ്പിറവി ദിന സന്ദേശം നൽകും. വിശ്വാസികളെല്ലാം അതിനുള്ള കാത്തിരിപ്പിലാണ്. ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. അവിടെ വിഷ്ണു പ്രകാശാണ് ക്രിസ്മസ് ദിന വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ, അതുപോലെ തന്നെ പാതിര കുർബാന അതൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നത് വിഷ്ണു പ്രകാശാണ്. വിഷ്ണു, കൊച്ചിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എല്ലായ്പ്പോഴും ക്രിസ്മസിനെ ഗംഭീരമായിട്ട് വരവേൽക്കുന്ന, നിരത്തുകളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു ജനസാഗരം കണക്കെ ആകുന്ന ഒരു ആഘോഷരാവാണ് ക്രിസ്മസ്. എങ്ങനെയാണ് അവിടുത്തെ കാഴ്ച? ഇപ്പോൾ ഏകദേശം 11 തന്നെ വിവിധ ദേവാലയങ്ങളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന കൂട്ടുകൾ ആരംഭിച്ചു. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. ലത്തീൻ സഭ വരാപ്പുഴ ലത്തീൻ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദേവാലയമാണ്. ഇപ്പോൾ ഫാദർ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇപ്പോൾ ആ പ്രാർത്ഥനാ കൂട്ടുകൾക്ക് നേതൃത്വം വഹിക്കുകയാണ്. നേരത്തെ ബിഷപ്പ് ഹൗസിൽ നിന്നും സ്വരൂപവുമായിട്ടുള്ള ഒരു പ്രദക്ഷിണം ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തി. പള്ളി അൾത്താരയിൽ അത് അവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പീഠത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രാർത്ഥനാ കൂട്ടുകൾ ആരംഭിച്ചു. 12 മണിയോടുകൂടി ഒരു തിരുപ്പിറവി ആഘോഷങ്ങളിലേക്ക് ഒരു പള്ളി അങ്കണത്തിലെ വിശ്വാസികളും നടക്കും. ഏതായാലും വലിയ ഉത്സവങ്ങൾ ആ ക്രിസ്മസിനെ സ്വീകരിക്കാൻ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ആ ഉണ്ണിയുടെ ജനനം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ആഘോഷങ്ങൾ, വലിയ ഒരുക്കങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തിയിട്ട് ഈ പള്ളി അങ്കണം വലിയ ദീപാലങ്കാരത്തിൽ തന്നെ പുൽക്കൂടുകളും കൊണ്ടുള്ള. ഓക്കെ, അങ്ങനെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും ക്രിസ്മസ് ആഘോഷരാവുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഓരോ ദേവാലയങ്ങളിലും വിശ്വാസികൾ ഒഴുകിയെത്തുകയാണ്. പാതിരാ കുർബാന ഓരോ ദേവാലയങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലാണ്. പക്ഷേ ആളുകൾ ഇങ്ങനെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ മുതൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ആഘോഷരാവുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്, ദേവാലയങ്ങളിൽ എത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രാർത്ഥനയും വിശ്വാസവും സ്നേഹവും സാഹോദര്യവും എല്ലാം ഒത്തൊരുമിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ഈ പറഞ്ഞ ഡിസംബറിൻ്റെ മഞ്ഞിൻ്റെ കുളിര് പോലെ തന്നെ നമ്മുടെ മനസ്സും കുളിരുന്ന ഒരു ദിനം കൂടിയാണ് ഈ തിരുപ്പിറവി ദിനം. അത്രത്തോളം വലിയ ആഘോഷമാണ്. ഡിസംബർ എന്ന് പറയുമ്പോൾ തന്നെ ആ 1-ാം തീയതി മുതൽ തന്നെ ഈ ഒരു ക്രിസ്മസിൻ്റെ വൈബിലേക്ക് എല്ലാവരും എത്തും. അത്രത്തോളം ഈ ലൈറ്റുകളും വർണ്ണങ്ങളും വിസ്മയങ്ങളും കാഴ്ചകളും ഈ പറഞ്ഞ പോലെ പുൽക്കൂടുകളും, എന്തിന് ഈ ഭക്ഷണ കാര്യത്തിൽ പോലും വലിയ വലിയ വൈവിധ്യങ്ങളും കേക്കുകളും ഒക്കെ ആയിട്ട് ക്രിസ്മസിനെ അങ്ങ് കെങ്കേമമായിട്ട് കൊണ്ടാടുന്ന ഒരു ആളുകൾ, ആ ആൾക്കൂട്ടത്തിൽ എല്ലാ തരം ആളുകളുമുണ്ട്. ദേശ വ്യത്യാസങ്ങളില്ല, വംശവ്യത്യാസങ്ങളില്ല, ലിംഗഭേദമില്ല. അങ്ങനെ എല്ലാവരും ഒരുപോലെ, ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ക്രിസ്മസ് ദിനത്തിലേക്ക് നമ്മൾ വീണ്ടും കടക്കുമ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ, ഓരോ സ്ഥലങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകൾ എല്ലാം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്.